الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. हज़रत मसीह मऊद अलैहिस्सलाम का एक शेर है कि किस तरह तेरा करूं ഹദ്രത്ത് മസീഹി മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു കവിതാ ശകലമുണ്ട്. कहां से जिससे हो അല്ലയോ ഔദാര്യവാനെ, എങ്ങനെയാണ് നിനക്ക് നന്ദിയും കൃതജ്ഞതയും പറയുക? अल्लाह ताला के ഈ വിനിമയത്തിനുള്ള ഭാഷ എവിടെന്നാണ് കൊണ്ടുവരിക? मुमकिन नहीं. അള്ളാഹുവിന്റെ हर सफर അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നന്ദിയും കൃതജ്ഞതയും പ്രകടിപ്പിക്കുക അസാധ്യമാകുന്നു. के फजल एहसान ഞാൻ നടത്തുന്ന ഓരോ സന്ദർശനവും അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും गुज़श्ता दिनों നിറഞ്ഞതാകുന്നു. जलसा सालाना जर्मनी കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയുടെ വാർഷിക സമ്മേളനം നടക്കുകയുണ്ടായി. की मैंने वहां അതിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. इलावा जलसे के भी अल्लाह ताला के फजल एहसान के ऐसे नज़ारे വാർഷിക സമ്മേളനം കൂടാതെ അവിടെ പ്രകടമായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ദൃശ്യങ്ങൾ കാണുമ്പോൾ അള്ളാഹു इस्लाम ഹദ്രത്ത് മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ रोज നിത്യവും शान से पूरे फरमाते പുതിയ പ്രൗഢിയോടുകൂടി പൂർത്തിയാകുന്നു എന്ന अमीर साहब जर्मनी मुझे कहते ദൃഢവിശ്വാസം നമുക്കുണ്ടാകുന്നു. कि मेरी और मेरे साथियों की सोच से ये बाला ജർമ്മനിയുടെ അമീർ സാഹിബ് പറയുകയുണ്ടായി, ഞാനിപ്പോൾ കാണുന്നത് എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും സങ്കല്പങ്ങൾക്കതീതമാണ്. लोग और जर्मन प्रेस से इतनी दिलचस्पी इस दफा जाहिर हुई है जो पहले नहीं होती थी. ജർമ്മൻ വാസികളും ജർമ്മൻ പ്രസ്സുകളും മാധ്യമങ്ങളും മുൻപൊരിക്കലും കാണിക്കാത്ത താൽപര്യം ഇത്തവണ പ്രകടിപ്പിച്ചിരുന്നു. पहले से പള്ളികളുടെ ശിലാസ്ഥാപന കർമ്മങ്ങളിലും कामी लोगों की പള്ളികളുടെ ഉദ്ഘാടന പരിപാടികളിലും इंतजामिया की भी दिलचस्पी नजर आई. മുമ്പത്തേക്കാൾ ഉപരിയായി दिलचस्पी नजर आई. പ്രാദേശികരിൽ താൽപര്യം ദൃശ്യമായിരുന്നു. चर्चों के സംവിധാന ഘടകങ്ങളിലും താൽപര്യം ദൃശ്യമായിരുന്നു. വിദ്യാസമ്പന്നരിലും താൽപര്യം ദൃശ്യമായിരുന്നു. പ്രത്യുത ചർച്ചുകളിലെ പാദ്രിമാരിൽ പോലും താൽപര്യം കാണാമായിരുന്നു. फजलों के नजारे पहले से पढ़कर देखे. അവിടെ നടന്ന വാർഷിക സമ്മേളനത്തിലും അള്ളാഹുവിന്റെ കാരുണ്യം മുൻപത്തേക്കാൾ ഉപരി ദൃശ്യമായിരുന്നു. फजलों का इहाता नहीं कर सकती. कम से कम അള്ളാഹുവിന്റെ जो कुछ वहाँ കാരുണ്യത്തെ മനുഷ്യഭാവനയ്ക്ക് വലയം ചെയ്യുക സാധ്യമല്ല. बात थी जमात जर्मनी की कि इस दफा ഇത്തവണ ജർമ്മനി ജമാഅത്തിന് വ്യവസ്ഥിതികൾ ഉത്തമമായിരിക്കുമെന്നും ജനങ്ങളുടെ പ്രതികരണം നല്ലതായിരിക്കുമെന്നുമുള്ള ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. इंतजामात से बढ़कर സംവിധാനത്തെക്കാൾ ഉപരിയായി സങ്കല്പത്തിനതീതമായി അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. इस वक्त जैसा कि मेरा तरीक़ेकार है, एक तो अल्लाह ताला के फजलों का जिक्र ഞാനിപ്പോൾ बयान करूंगा सफर को എന്റെ രീതി അനുസരിച്ച് ഒന്നാമതായി जलसे का യാത്രയിൽ ഉണ്ടായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നതാണ്. രണ്ടാമതായി ജലസയുടെ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നതുമാണ്. उस सिलसिले में जलसे के इंतजामी मामलात और शुक्रिया भी अदा करूंगा. തൽസംബന്ധമായി സമ്മേളനത്തിന്റെ സംവിധാനങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നതാണ്. इनका वहाँ इस दरसे में उन्होंने ഇത് വളരെ ചുരുങ്ങിയൊരു യാത്രയായിരുന്നു. चीजों की बुनियाद रखवाई. 10 ദിവസത്തെ യാത്രയായിരുന്നു. ഈ സന്ദർശന വേളയിൽ और അവർ അവിടെ 2 പള്ളികൾക്കുള്ള ശിലാസ്ഥാപനം സംഘടിപ്പിക്കുകയും 2 പള്ളികളുടെ ഉദ്ഘാടനം നടത്തിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പള്ളികളുടെ പരിപാടികൾ
വളരെ വിജയകരമാവുകയും ചെയ്തു. मौका मिला कि मस्जिद के हवाले से അതിലൂടെ कुछ तहफुजात हैं वहाँ के लोगों ഇസ്ലാമിന്റെ പ്രചരണത്തിനുള്ള അവസരവും ലഭിച്ചു. പള്ളികളെ സംബന്ധിച്ച് അവിടുത്തുകാർക്കുണ്ടായിരുന്ന സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു. उनकी मोरफील्डन ने उसका संग बुनियाद रखा. मस्जिद बैतुल अता है, അവയിലൊന്ന് हुआ മോർഫീൽഡിൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട മസ്ജിദ് സുബ്ഹാനാകുന്നു. तमीर शुदा ഫ്ലോറാസൈനിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട മസ്ജിദ് ബൈത്തുൽ അത്ത ആകുന്നു മറ്റൊന്ന്. मस्जिद में ഈ പള്ളി നിർമ്മാണം പൂർത്തിയായ ഒരു കെട്ടിടമായിരുന്നു. അത് വിലക്കെടുത്ത് പള്ളിയായി മാറ്റുകയായിരുന്നു. जमात के अफराद ने അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ अमल किया है इसको, ജമാഅത്ത് അംഗങ്ങൾ इस इमारत को मस्जिद में बदलने में. 7000 മണിക്കൂർ ശ്രമദാനം നടത്തിക്കൊണ്ടാണ് नौवे അതിനെ പള്ളിയാക്കി മാറ്റിയത്. उसका संग बुनियाद रखा. മറ്റൊന്ന് നോർവേയിലുള്ള മസ്ജിദ് ബൈത്തുർ റഹീമാകുന്നു. ना इसकी इफ्तिताह हुआ इसका, और बैतुल हमीद फुल्डा का संग बुनियाद रखा गया. അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ഫോൾഡയിലുള്ള ബൈത്തുൽ ഹമീദിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുകയും ചെയ്തു. तो मेयर, अफसरान, सियासतदान ഈ എല്ലാ പരിപാടികളിലും भी आए हुए थे. പ്രാദേശികവാസികളും മേയറും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മതനേതാക്കന്മാരും മറ്റ് വിവിധ ആൾക്കാരും അതിഥികളായി എത്തിയിരുന്നു. सेक्रेटरी ऑफ स्टेट മസ്ജിദ് ബൈത്തുൽ അത്തായുടെ ने अपने एड्रेस में कहा कि ഉദ്ഘാടന വേളയിൽ ഹേസൻ സംസ്ഥാനത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ एक तो मुबारक റുഡോൾഫ് തന്റെ ഭാഷണത്തിൽ फिर कहते हैं कि मैं जामिया के इफ्तार में भी शामिल हुआ था दिसंबर में. ആശംസകൾ അർപ്പിച്ചതിനു ശേഷം പറഞ്ഞത്, मस्जिद ഞാൻ ഡിസംബറിൽ ജാമ്യയുടെ ഉദ്ഘാടനത്തിലും പങ്കെടുത്തിരുന്നു. नूर के इफ्तार जो 1959 में हुआ उसका भी हवाला दिया उन्होंने. और फिर जमाती 1958 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മസ്ജിദ് നൂറിനെയെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. फिर कहते हैं പിന്നീട് ഇസ്ലാമിന്റെയും कि जमात ജമാഅത്തിന്റെയും അധ്യാപനങ്ങളെ സംബന്ധിച്ചും അഹമ്മദികളുടെ പെരുമാറ്റ രീതിയെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. പിന്നീട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ജമാഅത്തിനെ വളരെയധികം ബഹുമാനിക്കുന്നു. ऐसे प्रोग्राम ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചതിന് की वजह से താങ്കൾക്ക് നന്ദി അറിയിക്കുന്നു. अवामुन्नास के सामने आई है. ഇസ്ലാമിന്റെ മനോഹര ചിത്രം പൊതുജനങ്ങൾക്ക് മുമ്പിൽ വരത്തക്കവണ്ണം ഇപ്രകാരം പരിപാടികൾ സംഘടിപ്പിച്ചതിനും നന്ദി അറിയിക്കുന്നു. मदद है, वकार അതിൽ ചാരിറ്റി വാക്കും വഴികളുടെ ശുചീകരണവും इस तरह के बहुत सारे तासुरात हैं. കുട്ടികളുടെ സംഘടനയുടെ സഹായവും ശ്രമദാനങ്ങളും വിവിധ പ്രവർത്തനങ്ങളും इस मस्जिद के ഉൾപ്പെടുന്നു. ഇത്തരത്തിലുള്ള ധാരാളം അഭിപ്രായങ്ങളുണ്ട്. അതിൽ നിന്നും ഏതാനും ചിലതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. मेहमान शामिल हुए थे. ഈ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ मुख्तलिफ इलाकों के 270ഓളം ജർമ്മൻ അതിഥികൾ ഭാഗവാക്കായിരുന്നു. सियासी पार्टी के, കൂടാതെ 4 വിവിധ പ്രദേശങ്ങളുടെ മേയർമാരും पार्लियामेंट के സ്റ്റേറ്റ് സെക്രട്ടറിമാരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും पादरी ദേശീയ പാർലമെന്റിന്റെ മെമ്പറും या उनके नुमाइंदे, पुलिस कमिश्नर ചർച്ചുകളിലെ പാതിരിമാരും और इसी तरह सिटी काउंसिल के नुमाइंदे वगैरह അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളും പോലീസ് കമ്മീഷണറും അതുപോലെ इसी तरह സിറ്റി കൌൺസിലിന്റെ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. जो मुख्तलिफ शोबा जिंदगी से ताल्लुक रखने वाले हैं वो വിവിധ ജീവിത മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആൾക്കാരും പങ്കെടുത്തിരുന്നു. है. इसमें वहाँ के फर्स्ट काउंसिलर ऑफ മസ്ജിദ് ബൈത്തുൽ ഹമീദിൽ ने अपने एड्रेस में कहा അവിടുത്തെ जमात अहमदिया फुल्डा സിറ്റിയുടെ പ്രഥമ കൌൺസിൽ का भी हिस्सा है, തന്റെ ഭാഷണത്തിൽ പറഞ്ഞത്, इस जगह पर मुकीम है. അഹമ്മദിയ ജമാഅത്ത് ഫുർഡ പട്ടണത്തിന്റെ ഗതകാല ഭാഗവുമായിരുന്നു. बखूबी वाकिफ हूँ. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വസിക്കുന്നു. നിങ്ങളുടെ സാമൂഹിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്ക് അറിവുണ്ട്. आपका मस्जिद बनाना इस बात की निशानी है कि आप इस शहर के मामलात में शामिल होना चाहते हैं. फिर इन्होंने പട്ടണങ്ങളിലെ കാര്യങ്ങളിൽ നിങ്ങൾ ഭാഗവാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ് बातों के बजाय നിങ്ങളുടെ പള്ളി നിർമ്മാണം. माल के जरिए इंसान പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, വാക്കിനു പകരമായി മനുഷ്യന്റെ കർമ്മങ്ങളിലൂടെ വിലയിരുത്തൽ നടത്തുക. है कि आपके अमाल भी बहुत अच्छे हैं और नुमाया हैं. നിങ്ങളിൽ നല്ല വാക്കുകൾ जमात इस मुल्क के
न सिर्फ मान കേൾക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളും നല്ലതാണെന്നും വ്യക്തമാണെന്നും ഞങ്ങൾ കാണുന്നു. रवादारी का इजहार करना चाहिए। ജമാഅത്ത് ഈ രാജ്യത്തിലെ നിയമങ്ങളെ അംഗീകരിക്കുക മാത്രമല്ല അതിൽ നിഷ്കർഷത പാലിക്കുന്നു എന്നത് അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. किया അതിനാൽ എല്ലാ തരത്തിലും നാം മതസൗഹാർദ്ദം നിലനിർത്തേണ്ടതാണ്. അതുപോലെ 81 വയസ്സുള്ള ഒരു പ്രാദേശിക അതിഥി എന്റെ അഭിസംബോധന ശ്രവിച്ചതിനു ശേഷം പറയുന്നു, एड्रेस भी सुना। उसके बाद कहते हैं कि आपके खलीफा ने जो बातें बयान की हैं अपनी जिंदगी में तो शायद ना देख सकूं, यानी इस्लाम की तरक्की की बातें നിങ്ങളുടെ ഖലീഫ പറഞ്ഞ കാര്യങ്ങൾ इनके जरिए से ഒരുപക്ഷെ എനിക്ക് സ്വന്തം ജീവിതത്തിൽ കാണാൻ സാധിച്ചേക്കില്ല, मैंने इंटरनेट पर അതായത് ഇസ്ലാമിന്റെ അഭിവൃദ്ധിയുടെ കാര്യങ്ങൾ. എന്നാൽ നിങ്ങൾ ദർശിക്കുന്നതാണ്. ഇന്റർനെറ്റിലൂടെ ഞാൻ വായിച്ച നിങ്ങളുടെ സ്ഥാപകരുടെ സന്ദേശത്തെ ലോകം സ്വീകരിക്കുന്നതാണ്. दिन दोबारा तशरीफ ले आए। वो യഥാർത്ഥ ഇസ്ലാം मैं अपने दिल में ഇവർ മുഖേന പ്രചരിക്കുന്നതാണ്. मजहब की सच्चाई को पा लिया പിന്നീട് അദ്ദേഹം അടുത്ത ദിവസവും വന്നു. എന്നിട്ട് പറഞ്ഞു, ताकि मैं दुआ कर सकूं। താങ്കളുടെ മതത്തിന്റെ സത്യത്തെ ഞാൻ എന്റെ ഹൃദയത്തിൽ കണ്ടെത്തി. ദുആ ചെയ്യുന്നതിനായി എന്നെ നമസ്കാരം പഠിപ്പിക്കുക. प्रोग्राम के आखिर पर പിന്നീട് जिला काउंसिल के सदर वहां के मुकामी सदर जमात के पास പരിപാടിയുടെ അവസാനത്തിൽ कि हमारी ख्वाहिश ജില്ലാ കൌൺസിലിന്റെ പ്രസിഡന്റ് के അവിടുത്തെ പ്രാദേശിക ജമാഅത്ത് പ്രസിഡന്റിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, हमारे जिला काउंसिल के हेड ऑफिस നിങ്ങളുടെ ഇമാം ഞങ്ങളുടെ हमने ജില്ലാ കൌൺസിലിന്റെ മുഖ്യ കാര്യാലയത്തിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. को एक रोशन खिताब करार दिया है। ഞങ്ങൾ പ്രഭാഷണം ശ്രവിച്ചു. आपके इमाम ധാരാളം രാഷ്ട്രീയക്കാർ ഈ പ്രഭാഷത്തെ ഒരു തിളക്കമാർന്ന ഭാഷണമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പറയുന്നു, നിങ്ങളുടെ ഇമാമിന്റെ പ്രഭാഷണം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശമയമാക്കി, मुसलसल ഞങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചിരിക്കുന്നു. हमेशा जहाँ मस्जिदें അവിടുത്തെ സദസ്സ പറയുന്നു, അതിനുശേഷം ജനങ്ങൾ നിരന്തരമായി പള്ളി സന്ദർശിക്കുന്നതിനായി വന്നുകൊണ്ടിരിക്കുന്നു. तो इससे वो कहते हैं अभी तक പുതിയ പള്ളികൾ നിർമ്മിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും തബ്ലീഗിനുള്ള പുതിയ മാർഗങ്ങൾ തുറക്കപ്പെടുന്നു, പരിചയം വർദ്ധിക്കുന്നു. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് 500-ലധികം ആളുകൾ വന്നുകഴിഞ്ഞു എന്നാണ്. बल्कि ये कहते हैं कि ധാരാളം ആളുകൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ ശ്രവിക്കുന്നതിനായി താൽപര്യവും പ്രകടിപ്പിക്കുകയുണ്ടായി. പറയുന്നു, ചില അതിഥികളെ കാണുമ്പോൾ അവർ പുറത്തുനിന്ന് വന്നവരല്ല, മറിച്ച് നമ്മുടെ ജമാഅത്ത് അംഗമാണെന്ന് തോന്നിപ്പോകുന്നു. और उनका खिताब सुनकर बहुत खुशी महसूस ഒരു സ്ത്രീ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നു, के बारे में നിങ്ങളുടെ ഇമാമിനെ കാണുകയും रखते हैं। അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷം അനുഭവപ്പെട്ടു. हमने बहुत बार सुना ക്രിസ്തുമതത്തെ സംബന്ധിച്ച് വളരെ വിശാല ഹൃദയനാണ്. ലവ് ഫോർ ആൾ ഹേറ്റഡ് ഫോർ നൺ എന്ന മുദ്രാവാക്യം ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. सारी बातें ऐसी हैं जो हमें जोड़ती हैं ना कि जुदा करती हैं। പറയുന്നു, मज़हब के बारे में इंसान के लिए गौर വളരെയധികം കാര്യങ്ങൾ വിച്ഛേദിക്കുന്നതിനു പകരം കൂട്ടിച്ചേർക്കുന്നു. और इख्तिलाफ मौजूद नहीं है। മതത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത് മനുഷ്യന് അനിവാര്യമാണ്. एक दोस्त ने इजहार പരസ്പരം ഇത്രത്തോളം വ്യതിരിക്തതയും ഭിന്നതയും ഇല്ല എന്ന് മനസ്സിലാകുന്നതിനായി. ഒരു സുഹൃത്ത് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, था ഖലീഫ वो ये था कि इस्लाम रवादारी का मजहब है और ये एक नहर ആദ്യം നൽകിയ സന്ദേശം जिसकी आपके इमाम जमात ഇസ്ലാം സൗഹൃദത്തിന്റെ മതമാണെന്നാണ്. हो चुके हैं। हम ഇത് വളരെ അനിവാര്യമായ സന്ദേശമാകുന്നു. ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഇമാം ആവർത്തിച്ച് സ്പഷ്ടമാക്കുന്നുണ്ട്. बहुत अच्छा महसूस हुआ है कि यहाँ मोहब्बत और प्यार का लफ्ज बार बार इस्तेमाल किया। ഇദ്ദേഹം മുൻപും പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. आल प्रोटेस्ट മറ്റൊരു സുഹൃത്ത് പറയുന്നു, സ്നേഹമെന്ന വാക്ക് ആവർത്തിച്ചാവർത്തിച്ച് പ്രയോഗിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. लेकिन मुझे ഞാൻ पड़ता പ്രവർത്തന നിരതനായ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയാകുന്നു. ना हो പുതിയ നിയമവും സ്നേഹം എന്ന പദവും ഞങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. माते हमदिया के बारे में इतना ചർച്ചിൽ ഈ പദത്തെക്കുറിച്ച് ഇത്രയധികം കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. मालूम है और എനിക്ക് അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ച് കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. इस्लाम के बारे ഇവിടെ ലഭിച്ച സ്നേഹം അതെല്ലായിടത്തും ലഭിക്കില്ല. പിന്നീട് പറയുന്നു, ഇസ്ലാമിനെ സംബന്ധിച്ച് ജർമ്മനിയിൽ വളരെ വിദ്വേഷം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെ മറച്ചുവെക്കേണ്ട ആവശ്യവുമില്ല. മാധ്യമങ്ങളിലൂടെ തെറ്റായ വീക്ഷണമാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. मालूम हो जाता है। അധികം മുസ്ലിങ്ങളെയും വ്യക്തിപരമായി അറിയുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായ ബന്ധമുള്ള സ്ഥലത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകുന്നു. मेरे इंटरव्यू लिए जिसमें इस्लाम की हकीकी तालीम അതുപോലെ और इस ടി വി പത്ര പ്രതിനിധികളും ഞാനുമായി അഭിമുഖ സംഭാഷണം നടത്തി. के बारे में അതിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെക്കുറിച്ചും
ഇക്കാലത്ത് ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആവശ്യകതയെക്കുറിച്ചും പള്ളികളുടെ ഭാഗധേയത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ഏകദേശം 30 अखबारात, 3 रेडियो स्टेशन और 5 टीवी चैनल ने हमारे इन फंक्शंस को कवरेज दी। മൊത്തത്തിൽ 30 പത്രങ്ങളും 3 റേഡിയോ സ്റ്റേഷനുകളും 5 TV ചാനലുകളും നമ്മുടെ പരിപാടികളെ ഉൾക്കൊള്ളിച്ചു. ജർമ്മനിയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ടിവിയിൽ ജമാഅത്തിനെ സംബന്ധിച്ച് വാർത്ത സംപ്രേഷണം ചെയ്തു. ജർമ്മനിയുടെ മറ്റൊരു ചാനലായ ZDF 3 मिनट की, और उसमें मुझे കോൾഡയിലെ പള്ളി ശിലാസ്ഥാപന ചടങ്ങിനെ സംബന്ധിച്ച് ജൂൺ 27 വാർത്ത സംപ്രേഷണം ചെയ്തു. ഏകദേശം 3 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടി. അതിൽ എന്നെ പള്ളിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതായി കാണിക്കുകയുണ്ടായി. കൂടാതെ അഹമ്മദിയ ജമാഅത്തിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. 12 लाख अफराद तक जमात का पैगाम पहुंचा അച്ചടി മാധ്യമങ്ങൾ മുഖേന, और नेशनल टीवी പത്രങ്ങൾ മുഖേന മൊത്തത്തിൽ 12 ലക്ഷം ആളുകളിലേക്ക് ജമാഅത്തിന്റെ സന്ദേശം എത്തിച്ചേരുകയുണ്ടായി. ദേശീയ ടിവിയുടെ സംപ്രേഷണത്തിലൂടെ മുഴുവൻ ജർമ്മനിയിലും सेट എന്റെ ചിത്രത്തോടൊപ്പം जर्मनी और ऑस्ट्रेलिया ജമാഅത്തിനെ സംബന്ധിച്ചുള്ള പരിചയവും സന്ദേശവും എത്തുകയുണ്ടായി. का मुश्तरका टीवी चैनल है। ജർമ്മനിയുടെയും ഓസ്ട്രേലിയയുടെയും സ്വിറ്റ്സർലൻഡിന്റെയും സംയുക്ത ടിവി ചാനലായ ഇന്റർനാഷണൽ സെറ്റി ടിവിയിൽ जमात का पैगाम ഈ സമ്മേളനത്തെ സംബന്ധിച്ച വാർത്ത പ്രക്ഷേപണം ചെയ്തു. അങ്ങനെ ടിവിയിലൂടെ 3 രാഷ്ട്രങ്ങളിലും ജമാഅത്തിന്റെ സന്ദേശം എത്തുകയുണ്ടായി. ജർമ്മൻ ജമാഅത്തിന് ഈയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. अखबार मेन स्पिरिट्स ने लिखा कि खलीफतुल मसीह ने अपने खिताब में कहा, एक वहां मार्केट को जिसको हमने മെയിൻ സ്പിരിറ്റ് എന്ന പത്രം എഴുതുന്നു, थी, ഖലീഫത്തുൽ മസീഹ് തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, जो कि जिस्मानी जरूरियात के लिए होती थी, मस्जिद में നാം പള്ളിയായി മാറ്റിയത് ആദ്യം ഒരു മാർക്കറ്റായിരുന്നു. जो खरीद और फरोख्त होती है, लेकिन പറയുന്നു, ധാരാളം ഭൗതിക വസ്തുക്കൾ വിലക്ക് നൽകിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആത്മീയ വസ്തുക്കൾ സൗജന്യമായി ലഭിക്കുന്നു. खबर लगा रहा है। और फिर चंदों के बारे में बताया। ഇതാണ് പത്രം നൽകിയ വാർത്ത. जर्मनी में सरकारी तौर पर वो स्टेटस मिल गया है कि अब പിന്നീട് ചന്തയെ സംബന്ധിച്ചും പറഞ്ഞു, खोल सकती है, बल्कि और दूसरे ജർമ്മൻ ജമാഅത്തിന് അവിടെ സർക്കാരിൽ നിന്നും സ്റ്റേറ്റസ് ലഭിച്ചു കഴിഞ്ഞു. ഇനി ജമാഅത്തിന് അവിടെ സ്കൂളുകൾ തുറക്കാവുന്നതാണ്. മാത്രമല്ല മറ്റു പരിപാടികളും സംഘടിപ്പിക്കാവുന്നതാണ്. वसूल कर सकती ചർച്ചിനായി है। उस पर मैंने उन्हें कहा था ഒരു പരിധിവരെ कि जमात चंदे देती है और खुशी से देती है, और ये കരം പിരിക്കാവുന്നതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജമാഅത്ത് ചന്ത നൽകുന്നുണ്ട്, സന്തോഷത്തോടു കൂടിയാണ് നൽകുന്നത്. मदद की जरूरत है। ഈ പള്ളിയും ത്യാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് ജമാഅത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കരത്തിന്റെയും ആവശ്യമില്ല, സർക്കാരിൽ നിന്നുള്ള യാതൊരു സഹായത്തിന്റെയും ആവശ്യവുമില്ല, ताला की ജനങ്ങളെ നിർബന്ധിക്കേണ്ട ആവശ്യവുമില്ല. നമ്മുടെ അഹമ്മദികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സ്വയം ത്യാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ജമാഅത്തിനു വേണ്ടിയും മനുഷ്യത്വത്തിനു വേണ്ടിയും ചെലവ് ചെയ്യുന്നു. ये ताल्लुक जो खिलाफत ഒരു അതിഥി എഴുതുന്നു, और जमात का है, ये गैरों को भी नजर आता है बहुत ज्यादा ഖിലാഫത്തും कि अहमदी अपने खलीफा से जो मोहब्बत करते हैं, ജമാഅത്തും തമ്മിലുള്ള ബന്ധം ധാരാളമായി അന്യർക്കും ദൃശ്യമാകുന്നു. अहमदियों का अपने പിന്നീട് എഴുതുന്നു, അഹമ്മദിയത്തിൽ ഖലീഫയുള്ള സ്നേഹത്തിന് ലോകത്തുള്ള മറ്റു ബന്ധങ്ങളിൽ മാതൃക ലഭിക്കുന്നതല്ല. और അഹമ്മദികൾക്ക് തങ്ങളുടെ ഖലീഫയുടെ സമീപ ദർശനം പോലും അവിസ്മരണീയമാണ്. से ताल्लुक और जमात के खिलाफत से ये ജമാഅത്തിനും ഖിലാഫത്തിനുമുള്ള പരസ്പര സ്നേഹത്തെ അന്യരും മനസ്സിലാക്കുന്നുണ്ട്. ധാരാളം അതിഥികൾ ഇക്കാര്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്തു. बात चीजें अक्सर की मुश्तरक हैं, एक ही तरह की बातें हैं, बात इजहार हैं, जज्बात हैं, उनको मैं छोड़ता हूँ। फिर एक സംയുക്തമായിട്ടുള്ള ഒരേ തരത്തിലുള്ള അഭിപ്രായങ്ങളെ ഞാൻ को यह कहा വിടുകയാണ്. कि हमें जमात की और इस्लाम की तालीम ये है कि हर मजहब को इज्जत की निगाह से देखें। ഇസ്ലാമിന്റെയും ജമാഅത്തിന്റെയും അധ്യാപനം എല്ലാ മതങ്ങളെയും इस मकसद पूरा करने वाली होगी, तो इसको अखबारों ने ബഹുമാനത്തോടെ കാണുക എന്നതാണെന്നും ഇതാണ് ഞങ്ങളുടെ അധ്യാപനം, ഈ പള്ളികൾ പ്രസ്തുത ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നവയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പത്രക്കാർ അതിനെ വളരെയധികം പ്രമുഖമാക്കി നൽകുകയുണ്ടായി. തങ്ങളുടെ വെബ്സൈറ്റിൽ ധാരാളം ചിത്രങ്ങളോടുകൂടി അതിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. जर्मनी में इस दफा अल्लाह ताला के फजल से
ये तो मसाजिद के जरिए से बहुत सारा इलाके में तबलीग പള്ളികളിലൂടെ ധാരാളം പ്രചരണം സംഭവ്യമായതുപോലെ ജർമ്മനിയുടെ വാർഷിക സമ്മേളനത്തിലൂടെയും ധാരാളം പ്രചാരണം സാധ്യമാവുകയും ചെയ്തു. वाले नौवाइन ഇത്തവണ ഫ്രാൻസിൽ നിന്നും और जेर तबलीग दोस्तों के ബെൽജിയത്തിൽ നിന്നും എത്തിയ നവ അഹമ്മദികളും एस्टोनिया, आइसलैंड, അനുഭാവികളും കൂടാതെ लेटविया, रशिया, ताजिकिस्तान, किर्गिस्तान, कोसोवो, മാൾട്ടർ, बुल्गारिया और ടോണിയ, ഐസ്ലാൻഡ്, ലഥേനിയ, ഹംഗറി, റഷ്യ, ലെറ്റ്വിയ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉൾബോർവോ, ബൾഗാറിയ, അൽബാനിയ, മെഡസോണിയ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയിരുന്നു. भी शामिल थे, अहमदी भी शामिल थे. बुल्गारिया का അതിൽ അമുസ്ലിം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ജമാഅത്തിനോട് അനുകമ്പയുള്ളവരും അതിൽ ഉൾപ്പെട്ടിരുന്നു. അനുഭാവികളും അഹമ്മദികളും ഉണ്ടായിരുന്നു. जिसमें 15 ईसाई थे. ബൾഗാറിയയിലെ 80ഓളം പേരടങ്ങിയ ഒരു വലിയ സംഘവും ഉണ്ടായിരുന്നു. മെസഡോണിയയിൽ നിന്നും 53 പേരടങ്ങിയ സംഘമായിരുന്നു എത്തിയത്. അതിൽ 15 പേർ ക്രിസ്തീയരായിരുന്നു, 10 പേർ അനഹമ്മദികളായിരുന്നു, कि जलसे के रूहानी ബാക്കി അഹമ്മദികളായിരുന്നു. मुतासर हुए हैं. ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്താണ് ഇവർ എത്തിയത്. बरमला कहा ജലസയുടെ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾ വളരെയധികം പ്രഭാവിതരാണ് എന്നതായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. ഞങ്ങളിൽ അസാധാരണമായ പരിവർത്തനം സംജാതമാക്കിയിരിക്കുന്നു എന്ന് അഹമ്മദികൾ തുറന്നു പറയുകയുണ്ടായി. यूरोप ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഞങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല എന്നതായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ. एक मरकज बन ജർമ്മനിയുടെ സമ്മേളനവും अल्लाह ताला के യൂറോപ്പിലെ പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിലെ പ്രദേശങ്ങൾക്ക് के लोगों ഒരു को जाना आसानी से है, इसलिए കേന്ദ്രമായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ നിന്ന് വ്യത്യസ്ത നാടുകളിൽ നിന്ന് पता चला जा रहा है. ജനങ്ങൾക്ക് സൗകര്യമായി വന്നു പോകാൻ സാധിക്കുന്നതാണ്. अक्सर जिस तरह हमारे हमेशा उमूमन तसरात का അതിനാൽ होता है പ്രചരണ മേഖലയും വിശാലമായി കൊണ്ടിരിക്കുകയാണ്. और पानी पिलाने और खिदमत करने എപ്പോഴും നമ്മെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ജലസയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ട്. एक निजाम के കുട്ടികൾ വെള്ളം കുടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും तो ये उमूमी ख्याल हर एक ने സേവനം ചെയ്യുന്നതിനെ സംബന്ധിച്ചും വൃദ്ധരെ സേവിക്കുന്നതിനെ സംബന്ധിച്ചും हमारे लिए तो ये ഒരു സംവിധാനത്തിന് കീഴിൽ എല്ലാം നടക്കുന്നതിനെ സംബന്ധിച്ചുമെല്ലാം അഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ട്. ഇത്തവണയും അതുണ്ടായിട്ടുണ്ട്. പ്രത്യുത ചിലർ പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ദൃഷ്ടാന്തമാണെന്നാണ്. यहाँ से आने वाली एक एमिलीजा तराजा साहिबा हैं, ईसाई खातून. മെസിഡോണിയയിൽ നിന്നും വന്ന ഇംഗ്ലീഷ് പ്രൊഫസറായ എമിലിജിയ തറാബി സാഹിബ എന്ന സ്ത്രീ हर चीज एक निजाम के തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, तहत बड़ी उम्र के अफराद तक सब एक ആദ്യമായാണ് ജലസയിൽ പങ്കെടുക്കുന്നത്. जिससे എല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ വ്യവസ്ഥാപിതമായ നിലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പരസ്പരം സഹായിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും നിങ്ങളുടെ ജമാഅത്ത് വളരെ ഉന്നതമായ പദവിയിലാണെന്ന് മനസ്സിലാക്കുന്നു. मतलब है मोहब्बत, इज्जत, अफजाई നിങ്ങളുടെ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ने हमें बदल ഇസ്ലാം എന്നാൽ अपने अंदर बहुत സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാവർക്കും സമാധാനവും എന്നാണ്. होंगे वे പറയുന്നു, ജൽസ എന്നെ തന്നെ മാറ്റിയിരിക്കുന്നു. ഞാൻ വലിയൊരു മാറ്റം അനുഭവിക്കുന്നുണ്ട്. मैसेडोनिया के एक അതായത് അഹമ്മദികളിൽ മാത്രമല്ല സ്വാധീനം ചെലുത്തുന്നത്, ക്രിസ്തീയരും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ പ്രഭാവിതരാകുന്നുണ്ട്. के मैं डॉक्टर हूँ. മെസിഡോണിയയിലെ ഒരു ഡോക്ടറായ मैं गुज़श्ता लड़ी जाने वाली 3 മൊഹാൻ സാഹിബ് जख्मियों की खिदमत की तौफीक मिली है. ജൽസിൽ വന്ന സംഘത്തോടൊപ്പം कौमियत के വരികയുണ്ടായി. പറയുന്നു, की है. ഞാൻ ഡോക്ടറാണ്. मुख्तलिफ कौमों के अफराद में ബക്കാനിയും മഹമ്മൂദും തമ്മിൽ നടന്ന കഴിഞ്ഞ 3 യുദ്ധങ്ങളിലും പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്നുള്ള അവസരം ലഭിച്ചിരുന്നു. സാമുദായിക ഭിന്നതയില്ലാതെ ഞാൻ സേവനമനുഷ്ഠിച്ചു. ഈ ജലസയിൽ ഞാൻ വ്യത്യസ്ത സമുദായക്കാരെ കണ്ടു. അവരിൽ യാതൊരു വ്യതിരിക്തതയും ഉണ്ടായിരുന്നില്ല. तुम्हें यकीन हो गया कि मुझे अपनी असल जगह मिल गई है. ഞാനിവിടെ और ये कि अब मुझे तो കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ ശ്രവിച്ചപ്പോൾ എനിക്ക് യഥാർത്ഥ സ്ഥലം ലഭ്യമായി जलसे के आखिरी दिनों में എന്നെനിക്ക് ബോധ്യമായി. എനിക്ക് ഈ പരിവർത്തനത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതുമാണ്. कहते हैं मैं हज पर भी അദ്ദേഹം ബയ്യത്ത് ചെയ്യാൻ തീരുമാനിക്കുകയും ജലസയുടെ അവസാന ദിവസം ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. इस्लाम के खिलाफ सियासत ही देखी, यानी പറയുന്നു, ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്. और फिर में അവിടെ മുസ്ലിങ്ങൾ എത്തരത്തിലുള്ളവരാണെന്ന് ഞാൻ കണ്ടു. ഞാൻ അവിടെ ഇസ്ലാമിനെതിരായുള്ള രാഷ്ട്രീയ കളികളാണ് കണ്ടത്. हो सकता था. അതായത് और जमात जो മുസ്ലിങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും ധാരാളം വൈരുദ്ധ്യമുണ്ടായിരുന്നു. किसी को इस्लाम से രാഷ്ട്രീയമായിരുന്നു അധികവും ഉണ്ടായിരുന്നത്. പറയുന്നു, करती है, അതിൽ ഹൃദയത്തിന് ഒരു സംതൃപ്തി ലഭിക്കില്ലായിരുന്നു. എന്നാൽ ജമാഅത്ത് സമർപ്പിക്കുന്ന പരിഷ്കരണം അത് ഉത്തമമായതാണ്. ജമാഅത്ത് ആരെയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നില്ല, മറിച്ച് ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തുന്നു. പറയുന്നു, ഞാൻ അഹമ്മദ് സ്വീകരിക്കുന്നു. എനിക്ക് ഇതാണ് നേരായ മാർഗം. कि
और कोई पुलिस वाला नहीं, പറയുന്നു, देख के भी हैरत हुई। इसका मतलब कि हुकूमत को भी तसल्ली है कि हाँ। വലിയ അത്ഭുതം തന്നെയാണ്. ഇത്ര വലിയ ജനക്കൂട്ടം, फिर कहते हैं പോലീസുകാരാരുമില്ല. खलीफा वक्त ने जो ഇത് കണ്ടും ആശ്ചര്യം തോന്നി. अमूर पे ഇവിടെ കലഹമൊന്നും ഉണ്ടാവുന്നതല്ല എന്ന് ഭരണകൂടത്തിനും ഉറപ്പുണ്ട്. പിന്നീട് പറയുന്നു, कुछ इतना वादा കാലത്തിന്റെ ഖലീഫ പരാമർശിച്ച कि मुझे इस बात पर ചില വസ്തുതകൾ कि मैं अब आपके साथ हूँ ഒരു മൗലവിയിൽ നിന്നും കേട്ടിട്ടില്ല. ഇതെല്ലാം തന്നെ വളരെ സ്പഷ്ടമായിരുന്നു. ഇവരിൽ ഒരു ഖലീഫയുണ്ടെന്ന് അറിവ് ലഭിച്ചപ്പോൾ എനിക്ക് മാർഗം ലഭിച്ചു എന്നെനിക്ക് ബോധ്യമായി. रहनुमाई की जरूरत है। കാരണം നമുക്ക് ഖലീഫയുടെയും മാർഗദർശനത്തിന്റെയും ആവശ്യമുണ്ട്. उन्हें बताया कि वो नए अहमदी हैं और പിന്നീട് മെസഡോണിയയിലെ ഒരു നവ അഹമ്മദിയായ യുവാവ് बल्कि कट्टर ആദ്യം കണിശക്കാരനായ थे മുസ്ലിമായിരുന്നു. जो जिनमें मौलवी पैदा होते हैं, कहते हैं मेरे दादा गैर अहमदी मौलवी हैं और उनकी तरफ से इनकी कबूलियत अहमदियत पर बहुत मुखालफत की गई। തന്റെ പിതാമഹൻ അനഹമ്മദി മൗലവിയാണെന്നും निकलना पड़ा। അഹമ്മദിയത്ത് സ്വീകരിച്ചപ്പോൾ അയാളിൽ നിന്നും ധാരാളം എതിർപ്പുകൾ ഉണ്ടായെന്നും അദ്ദേഹം പറയുന്നു. എതിർപ്പ് കാരണത്താൽ 6 മാസമായി വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. എന്നാൽ സ്ഥിരചിത്തനായി നിലകൊണ്ടു. आए हुए थे, പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയും ബയ്യത്ത് ചെയ്തു. एक ഇവിടെ ജലസയിൽ पढ़ने की भी इजाजत चाहिए जो വന്നിട്ടുണ്ടായിരുന്നു. मैसेडोनिया के लोगों ने लिखी थी। മെസിഡോണിയയിലെ ആളുകൾ രചിച്ച ഒരു പദ്യം കേൾപ്പിക്കുന്നതിനുള്ള അനുവാദവും അദ്ദേഹം തേടിയിരുന്നു. और बच्चों ने ये ऐसे अंदाज में पढ़ी कि वहाँ एक अजीब माहौल അപ്പോൾ हो गया था। കേൾപ്പിക്കുക എന്ന് ഞാൻ പറയുകയുണ്ടായി. वाले दिखाएंगे इंशाल्लाह। ആ പദ്യം അദ്ദേഹവും ഏതാനും കുട്ടികളും ചേർന്ന് കേൾപ്പിച്ചപ്പോൾ हुए वहीं लोकल അവിടെ ഒരു വിചിത്രമായ പരിസ്ഥിതി സംജാതമായി. MTA കാർ അത് കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ. ശബ്ദവും നല്ലതായിരുന്നു. അതിൽ പങ്കെടുത്ത പ്രാദേശികരായ കുട്ടികളുടെയും मजा थी और हज़रत मसीह अलैहिस्सलाम നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്തുതിയും ഹദ്റത്ത് മസീഹി മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ को मौका दिया जाए जलसे में पढ़ने ആഗമനത്തെ സംബന്ധിച്ചുള്ള പരാമർശവുമായിരുന്നു അതിലുണ്ടായിരുന്നത്. का। उन्होंने नज़म पढ़ के सुनाई। ജലസയിൽ കേൾപ്പിക്കുന്നതിനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവസരം ലഭിച്ചില്ല. ഏതായാലും അവർ പദ്യം കേൾപ്പിക്കുകയുണ്ടായി. क्या करें बाद में पढ़ने के लिए बजाय इसके कि ഉറുദു പദ്യം മാത്രം ആലപിക്കുന്നതിന് പകരമായി मुख्तलिफ कौमियतें होती हैं। വ്യത്യസ്ത സമുദായക്കാർക്കും ആളുകൾക്കും അവസരം ചോദിക്കുകയാണെങ്കിൽ इस दफा പിന്നീട് പദ്യം ആലപിക്കുന്നതിനുള്ള അവസരം നൽകേണ്ടതാണെന്ന് ജർമ്മനിയിലെ സംഘാടകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. में ज्यादा पढ़ी गई, ലജ്നകളിലും ഇത്തവണ इसलिए उनको भी ख्याल रखना चाहिए। ജർമ്മൻ പദ്യം ആലപിക്കുന്നവർക്ക് വലിയ പരാതിയുണ്ട്. ഉറുദു പദ്യമാണ് കൂടുതൽ ആലപിക്കപ്പെട്ടത് അവസാനത്തിൽ. അതിനാൽ അവരും ശ്രദ്ധിക്കേണ്ടതാണ്. ये भी जलसे में शामिल हुए। ജൽസയിൽ പങ്കെടുത്ത ബെൽജിയത്തിലെ ഒരു പ്രാദേശിക സുഹൃത്ത് പറയുന്നു, कि बयान करते हैं कि मैं जमात अहमदिया की बाहमी अखुवत, प्यार और मोहब्बत और इंसानी खिदमत से बहुत मुतासर हुआ हूँ। कहते हैं मैंने 2 साल से जमात की तालीम पर रिसर्च ഞാൻ की है। അഹമ്മദിയ ജമാഅത്തിന്റെ मैं मुसलमान പരസ്പര സാഹോദര്യത്തിലും സ്നേഹത്തിലും മാനവിക സേവനത്തിലും വളരെ പ്രഭാവിതനാണ്. की आवाज പറയുന്നു, ഞാൻ 2 വർഷത്തോളം ജമാഅത്തിന്റെ അധ്യാപനങ്ങളെക്കുറിച്ച് പഠിച്ചു. की तरफ बुलाया जा रहा है। ഞാൻ മുസ്ലിം ആയിരുന്നു. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ആർക്കും അറിവുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ ബാങ്കിന്റെ ശബ്ദം കേട്ടു. അപ്പോൾ എന്നെ നമസ്കാരത്തിലേക്ക് വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് ഇസ്ലാമിലേക്ക് വിളിക്കുന്നു. मेरे अंदर तो ഇന്ന് ഞാൻ इसलिए पैदा कर दी और मैंने फैसला കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണം കേട്ടപ്പോൾ അത് എന്നിൽ ഒരു പരിവർത്തനമുണ്ടാക്കി. चुनाचे उन्होंने बैत की। ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. പിന്നീട് പറയുന്നു, हमारे वहाँ के अयाज और सब बयान करते हैं कि जलसे से के पहले रोज शाम को एक घानियन दोस्त, जेर तबलीग दोस्त ഞങ്ങളുടെ അവിടെയുള്ള അയാസ് സാഹിബ് പറയുന്നു, बात एक जगह के लेके आए। ജൽസയുടെ ആദ്യ ദിവസം तो ये पता लगा कि വൈകുന്നേരം അനുഭാവിയായ ഖാനിലെ സുഹൃത്തിനെ तरफ से साफ है സദർ ജമാഅത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. कि बैत अभी नहीं कर सकता क्योंकि യുവാവിന്റെ ഹൃദയം ജമാഅത്തിനെ സംബന്ധിച്ച് ശുദ്ധമാണെന്ന് മനസ്സിലായി. ഏകദേശം അഹമ്മദി തന്നെയാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. എന്നാൽ ചോദിച്ചപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്, അതിനാൽ ഇപ്പോൾ ബയ്യത്ത് ചെയ്യുന്നതല്ല എന്നാണ് പറഞ്ഞത്. तो ना ഏതായാലും രാത്രി ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു മടങ്ങി. तो बड़े जोश से कहने लगे
कि अब मैंने രാത്രി ഉറങ്ങാനായി വന്നപ്പോൾ जो വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു, के सामने वो खिताब सुन लिया है അതിഥികൾക്കായുള്ള कि नहीं कि मैं अहमदी न हूं। കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി. ഇനി അഹമ്മദിയാകാൻ യാതൊരു കാരണവും ശേഷിക്കുന്നില്ല. അതിനാൽ ഞാൻ ബയ്യത്ത് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. कि मुझे खलीफा ഒരു ക്രിസ്തീയ സുഹൃത്ത് ജൽസയിൽ പങ്കെടുത്തു. बहुत खुशी महसूस हुई क्योंकि തന്റെ അഭിപ്രായം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, उन्होंने निहायत वजाहत से बयान कर दिया कि इस्लाम का नजरिया കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇസ്ലാമിന്റെ വീക്ഷണം എന്താണെന്നും और सीधी बात ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്ത് പാഠമാണ് നൽകുന്നതെന്നും और हम बहुत വളരെ സംക്ഷിപ്തമാണെങ്കിലും बिल्कुल वाज़ेह വ്യക്തമായി പറയുകയുണ്ടായി. ഞാൻ ക്രിസ്തീയ സഹോദരന്മാരിൽ നിന്നും ഇത്തരത്തിലുള്ള വ്യക്തവും സുതാര്യമായ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അധികവും അങ്ങനെ സംഭവിക്കാറില്ല. തികച്ചും സ്പഷ്ടവും സുതാര്യമായ വാക്കുകൾ പറയാൻ സാധിക്കുന്നവർ വളരെ ദുർലഭമാണ്. मौका मिल रहा है बहुत सी बातों का जिनको बारे में ഒരു സ്ത്രീ പറഞ്ഞു, ഇവിടെ വന്ന് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ पता चला है പഠിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. और कहती हैं मैंने खलीफा के खिताब से बहुत എനിക്ക് അറിവുണ്ട് എന്ന് ഞാൻ ധരിച്ചിരുന്ന പല കാര്യങ്ങളെയും സംബന്ധിച്ച് ഇവിടെ വന്നതിന് ശേഷം പുതിയ രീതിയിൽ അറിവ് കരസ്ഥമായി. പറയുന്നു, ഞാൻ ഖലീഫയുടെ പ്രഭാഷണം ശ്രവിച്ചപ്പോൾ ഞാൻ അതിൽ വളരെയധികം പ്രഭാവിതയായി. അദ്ദേഹം പ്രയാസവും കുഴഞ്ഞു മറിഞ്ഞതുമായ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. किताबें लिख കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി समझा जा सके लेकिन उन्होंने ये सारी തിയോളജിയിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം വളരെ എളുപ്പമായ രീതിയിൽ മനോഹരമായ നിലയിൽ പരാമർശിച്ചു. അതിന്റെ നിലവാരവും മനസ്സിലാക്കാൻ സാധിച്ചു. कि हर शख्स उसे समझ सकता था किसी किस्म की कोई गलती എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഖലീഫ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും വിശദീകരിച്ചത്. ആർക്കും യാതൊരു തെറ്റിദ്ധാരണയും ഉടലെടുക്കുകയില്ലായിരുന്നു. फिर हमारे ജമാഅത്തും തികച്ചും ഭിന്നമാണെന്നും അവർ പറയുകയുണ്ടായി. एक जर्मन नौजवान मेरे पास अपने अहमदी दोस्तों के हमरा आया कहने लगा പിന്നീട് നമ്മുടെ ഒരു അഹമ്മദി പറയുന്നു, ഒരു ജർമ്മൻ യുവാവ് चीज का सिलसिला चलने തന്റെ അഹമ്മദി സുഹൃത്തിനോടൊപ്പം എന്റെ അടുക്കൽ വന്നു. करने लगा പറഞ്ഞു, ഞാൻ ക്രിസ്തീയനാണ്. वसल्लम का नाम मुबारक बहुत अकीदत और एहतराम के साथ मुकम्मल हजरत അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മുസ്ലിങ്ങളെ പോലെ സംസാരിക്കാൻ തുടങ്ങി. कहने लगा कि अभी नमाज ഹദ്റത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം വളരെ ആദരവും ബഹുമതിയോടും കൂടി പൂർണ്ണമായ നിലയിൽ ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ടായിരുന്നു. मैंने उसे कहा നമസ്കാരത്തിന് സമയമായി, ഞാൻ വുളുവെടുത്താണ് വന്നിരിക്കുന്നത്. जिस तरह आप बातें कर रहे हैं आप കാലത്തിന്റെ ഖലീഫയുടെ പേരിൽ നമസ്കരിക്കണം എന്നും പറയുകയുണ്ടായി. उससे तारुफ हुआ था ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു, पढ़ी है എന്നാൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്നും बात की മുസ്ലിമാണെന്ന് തോന്നുന്നു. പറഞ്ഞു, 6 മാസം മുമ്പ് അഹമ്മദിയത്തിനെ പരിചയപ്പെട്ടു. ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാതിരിയുമായി സംസാരിച്ചപ്പോൾ അയാൾക്ക് മറുപടി നൽകാൻ സാധിച്ചില്ല. എന്റെ മനസ്സ് മാറിയിരുന്നു. ക്രിസ്തുമതം ഉപേക്ഷിച്ചിരുന്നു. दुआ करें कि अल्लाह ताला എന്റെ ശ്രദ്ധ ഇപ്പോൾ മുഴുവനായും ഇസ്ലാമിലേക്കാണ്. ഈ ഗ്രന്ഥം വായിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു. ശേഷിക്കുന്ന തടസ്സങ്ങളും അള്ളാഹു ദൂരീകരിക്കുന്നതിനായി ദുആ ചെയ്യുക. कि मैं बहुत ലിഥേനിയയിൽ നിന്നും ഒരു ജർമ്മൻകാരനായ मुतबा जमात का इतना ഭാഷയുടെ ഉസ്താദായ കോൾ ഹൈൻസ് വന്നിരുന്നു. से कबर പറയുന്നു, के बारे में मनफी ഞാൻ വളരെ പ്രഭാവിതനാണ്, मुकम्मल तौर സന്തോഷവാനാണ്. ആദ്യമായാണ് ജമാഅത്തിനെ ഇത്ര ഭംഗിയായി പരിചയപ്പെടാൻ സാധിച്ചത്. पर सारी बातें ജൽസയ്ക്ക് മുമ്പ് ഇസ്ലാമിനെ സംബന്ധിച്ച് മോശമായി ചിന്തിച്ചിരുന്നു. അത് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. മതങ്ങൾക്കിടയിൽ ധാരാളം കാര്യങ്ങളിൽ സമാനതയുണ്ടെന്നും ഞാൻ രേഖപ്പെടുത്തുകയുണ്ടായി. ഉദാഹരണമായി ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിലും ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചും തുടങ്ങിയവ. लगा रहे हैं तालियों से खुशी का इजहार होना चाहिए പിന്നീട് അദ്ദേഹം പറയുന്നു, ജനങ്ങൾ കൈയടിക്കുന്നതിന് പകരം മുദ്രാവാക്യം മുഴക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കൈയടിക്കുന്നതിലൂടെയല്ലേ സന്തോഷം പ്രകടമാകുന്നത് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ये कहकर कि तालियां खुशी के इजहार के തത്സംബന്ധമായി വളരെ നല്ല നിലയിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം എനിക്ക് മറുപടി നൽകി. लिए सुना भी है അത് സംതൃപ്തി നൽകുന്ന മറുപടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, കൈയടിക്കുന്നത് സന്തോഷ പ്രകടനമായിട്ടാണെന്നത് ശരി തന്നെ, എന്നാൽ മുദ്രാവാക്യം മുഴക്കുന്നതിൽ സന്തോഷ പ്രകടനവും അതോടൊപ്പം ദൈവസ്തുതിയും ഉൾപ്പെടുന്നു. साई पादरी हैं और यूनिवर्सिटी ऑफ माल्टा में फिलॉसफी पढ़ाते हैं इसके अलावा മാർക്ക് വോൺടബേലു എന്ന ക്രിസ്തീയ പാതിരി, पादरी के അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയിൽ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത് കൂടാതെ പ്രാദേശിക പത്രങ്ങളിൽ ലേഖനങ്ങളും എഴുതുന്നുണ്ട്. आप भी रखते हैं നിരൂപകനായ പാതിരി എന്നാണ് അറിയപ്പെടുന്നത്. ചർച്ചിലെ ചില നയങ്ങളെ സംബന്ധിച്ച് നിഷ്പക്ഷ അഭിപ്രായങ്ങളും നൽകാറുണ്ട്.
ചർച്ചിലെ ചില നയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതയുമുണ്ട്. कंटेम्प्रेरी इश्यूज पड़ी थी। മാധ്യമങ്ങളെല്ലാം അത് വെളിപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. फिर मसीह हिंदुस्तान में ഇസ്ലാമിക തത്വജ്ഞാനം എന്ന ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. ഖലീഫത്തുൽ മസീഹ് റാബിയുടെ ഗ്രന്ഥമായ ഇസ്ലാംസ് റെസ്പോൺസ് ടു കണ്ടംപററി ഇഷ്യൂസും വായിച്ചിട്ടുണ്ട്. യേശുമിശിഹ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥവും വായിച്ചിട്ടുണ്ട്. तासरात में इजाफा हुआ है, जमात से मुतल्लिक मुस्बत അദ്ദേഹം പറയുന്നു, हुआ है और अब हम इस बात ജലസയിൽ പങ്കെടുത്തതോടുകൂടി നിങ്ങളുടെ ജമാഅത്തുമായുള്ള ബന്ധത്തെ സുദൃഢമാക്കുന്ന പ്രഭാവം ഉണ്ടായിരിക്കുന്നു. ജമാഅത്തിനെ സംബന്ധിച്ചുള്ള നല്ല അഭിപ്രായത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. അഹമ്മദിയ ജമാഅത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജമാഅത്താണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. भी खरीदी और जब उसके माने जब बोले पूछे क्या माने हैं, कहते ये तो ऐसी बात അവിടെ നിന്ന് അദ്ദേഹം അലൈസല്ലാഹു ബി കാഫിൻ അബ്ദുഹുവിന്റെ മോതിരവും വാങ്ങിയിരുന്നു. मेरे से उनकी मुलाकात भी हुई। അതിന്റെ अर्थം पोप के बारे में सवाल करते रहे പറഞ്ഞു കൊടുത്തപ്പോൾ कि आपने ഇത് എപ്പോഴും കൂടെ വെക്കേണ്ട വചനമാണെന്നാണ് പറഞ്ഞത്. कभी उनसे रब्ता किया? ഞാനുമായി കൂടിക്കാഴ്ചയും നടന്നു. പോപ്പിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. रब्ता तो नहीं हुआ था, लेकिन बहरहाल താങ്കൾ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കൽ ബന്ധപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. दस्ती എന്നാൽ ബന്ധപ്പെടാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതിയിട്ടുണ്ടായിരുന്നു तक नहीं किया। ലോക സമാധാനത്തെ സംബന്ധിച്ച്. എന്നാൽ നേരിട്ട് അദ്ദേഹത്തിൽ കത്ത് എത്തിച്ചിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. വളരെ നിരാശനായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ने തത്സംബന്ധമായി ഒരു പഴയ സംഭവമുണ്ട്, അത് പരാമർശിക്കാം. അതിർത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് ഫദ്ലിന്റെ मस्जिद फजल की ചില സ്ഥാപനം നിർവഹിച്ച സന്ദർഭത്തിൽ അതിനുവേണ്ടി നടത്തിയ സന്ദർശന യാത്രയിൽ ഇറ്റലിയിലും പോയിരുന്നു. और जब रब्ता किया അവിടെ तो पोप ने പോപ്പുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. जवाब दिया कि अभी मेरा जो महल है वो जेर तमीर ബന്ധപ്പെട്ടപ്പോൾ പോപ്പ് നൽകിയ മറുപടി, जब मुरम्मतें हो रही हैं എന്റെ ഭവനം നിർമ്മാണത്തിലാണ്, वहाँ आए हुए थे। അതിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, उन्होंने सानी से पूछा कि आप पोप से मिलेंगे? അതിനാൽ കൂടിക്കാഴ്ച സാധ്യമല്ല. ख्वाहिश की थी, അവിടെ പത്രപ്രതിനിധിയും വന്നിരുന്നു. അവർ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയോട് ചോദിച്ചു, खबर लगा दी अपने പോപ്പിനെ കാണുമോ? कि पोप അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു. यह कि मेरा महल പത്രപ്രതിനിധി തന്റെ പത്രത്തിൽ അതിന്റെ വാർത്ത അതേപടി പ്രസിദ്ധീകരിച്ചുകൊണ്ട് എഴുതി, പോപ്പ് അഹമ്മദിയ ജമാഅത്തിന്റെ അമീറിനെ കാണുന്നതിൽ നിന്നും പിന്മാറുന്നതിനുള്ള കാരണമായി പറഞ്ഞത് തന്റെ ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിന് താഴെ ഇങ്ങനെ എഴുതി, അഹമ്മദിയ ഖലീഫയെ കാണുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭവനം ഒരിക്കലും നിർമ്മിച്ച് പൂർണ്ണമാവുന്നതല്ല. बहरहाल हमारा जो काम हमने किए जाना है। फिर एक अहमदी हैं अशीर अली साहब किर्गिस्तान से आए। ഏതായാലും നമ്മുടെ ഉത്തരവാദിത്തം നാം പൂർത്തിയാക്കുന്നത് തന്നെയാണ്. मैंने 2007 में बैत की थी। കിർഗിസ്ഥാനിൽ നിന്ന് വന്ന അഹമ്മദിയായ അഷീർ അലി സാഹിബ് പറയുന്നു, में नमाज पढ़ने ഞാൻ 2007 ബയ്യത്ത് ചെയ്തത്. എന്നാൽ ഞങ്ങളുടെ പക്കൽ പള്ളിയില്ല. होते रहे। അഹമ്മദിയ ജമാഅത്തിന്റെ പള്ളിയിൽ നമസ്കരിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. നേരത്തെ വന്നിരുന്നു, फिर പള്ളിയുടെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുത്തു. അങ്ങനെ ഈ ആഗ്രഹവും അള്ളാഹു പൂർത്തിയാക്കുകയുണ്ടായി. इस्माइलू साहब हैं, ये भी यहाँ रहे और अपने अहमदियत की कबूलियत पर हम കാരക്കുൽ ഇസ്മായിലു സാഹിബ് जलसे में അദ്ദേഹവും अल्लाह ताला का शुक्रगुजार होते അഹമ്മദിയത്ത് സ്വീകരിച്ചതിൽ അള്ളാഹുവിന് കൃതജ്ഞത രേഖപ്പെടുത്തി കൊണ്ടിരുന്നു. हैं। दोस्त बेल्जियम में रहते हैं, साले अहमद जो मुसलमान ജലസയിൽ പങ്കെടുത്തതിൽ അള്ളാഹുവിന് നന്ദി അറിയിച്ചുകൊണ്ടിരുന്നു. कहते हैं कि मैंने നൈജർ വാസിയായ तकरीरें सुनी हैं। സാലി അഹമ്മദ് എന്ന വ്യക്തി ബൾജീരിയയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ആയിരുന്നു. तकरीर सुनकर ഇവിടെ വന്നു कभी नहीं हुआ। പറയുന്നു, ആഫ്രിക്കയിൽ ഞാൻ ധാരാളം പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. इस जलसे पर अहमदियत എന്നാൽ का फैसला കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്വാധീനവും ഗുണവും ഇതിനു മുമ്പ് ഒരിക്കലും ലഭിച്ചിരുന്നില്ല. ഞാൻ ഈ ജമാഅത്തിനെ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ജൽസയിൽ അഹമ്മദത്തിൽ പ്രവേശിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. അതുപോലെ ഒരു മറാഖഷി സുഹൃത്ത് ജമീൽ തൗഫീഖ് സാഹിബ് പറയുന്നു, जमात अहमदिया की लिखी हुई ഞാൻ तफसीर पढ़ी हैं, लेकिन मैंने देखा है कि असल तफसीर वही മറ്റ് മുസ്ലിങ്ങളുടെ വ്യാഖ്യാനങ്ങളും വായിച്ചിട്ടുണ്ട്. इस्लाम और खुल അഹമ്മദിയ ജമാഅത്ത് എഴുതിയിരിക്കുന്ന വ്യാഖ്യാനവും വായിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ വ്യാഖ്യാനം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഖലീഫമാരും എഴുതിയിട്ടുള്ളതാണ്. मैंने अहमदिया कबूल അദ്ദേഹത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുമുണ്ടായി. പറയുന്നു, എനിക്ക് പൂർണ്ണ തൃപ്തിയായിരുന്നു. ഞാൻ അഹമ്മദിയത്തെ സ്വീകരിച്ചു. ഇവിടെ ജൽസയിൽ വന്നതിന് ശേഷം एक और
എന്റെ ഭാര്യ മക്കളും ബയ്യത്ത് ചെയ്തു. मान थे। कहते हैं मैं हमेशा सोचा करता था कि अगर कोई नबी जिंदा रहने वाला है, നൈജറിലെ മറ്റൊരു रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम जिंदा, മുസ്ലിം സുഹൃത്ത് പറയുന്നു, ना कि ईसा अलैहिस्सलाम। ആരെങ്കിലും इस बात पर ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ ഹദരത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ജീവിച്ചിരിക്കേണ്ടത്, ഈസാ നബി അല്ല എന്ന് ഞാനെപ്പോഴും ചിന്തിക്കുമായിരുന്നു. തത്സംബന്ധമായി ഞാൻ എപ്പോഴും ചിന്തയിലായിരുന്നു. ബെൽജിയമിൽ വന്നപ്പോൾ അഹമ്മദികളുമായി ബന്ധമുണ്ടായി. അപ്പോൾ എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. खिलाफत और उसकी बरकत, അദ്ദേഹം തന്റെ സുഹൃത്തിനോട് അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ मैं इस जमात को पाकर जिसका एक इमाम और एक खलीफा അദ്ദേഹം പറഞ്ഞത് ജമാഅത്ത് സത്യമാണെന്നാണ്. इस्लाम ने तब പിന്നീട് എനിക്ക് ഖിലാഫത്തിനെ കുറിച്ചും അതിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും മനസ്സിലായി. कहते हैं मुझे ഒരു ഇമാമും ഖലീഫയുമുള്ള ഈ ജമാഅത്തിനെ ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. बात पेश करती है उस കാരണം ഖിലാഫത്ത് നിലനിന്നിടത്തോളം കാലം ഇസ്ലാം പുരോഗതി പ്രാപിച്ചിരുന്നു. എനിക്ക് ഈ ജമാഅത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുത ജമാഅത്ത് കാര്യങ്ങൾ സമർപ്പിക്കുമ്പോഴെല്ലാം തന്നെ എപ്പോഴും അതിന്റെ പിന്തുണക്കായി ഖുർആനെയും ഹദീസിന്റെയും തെളിവ് നൽകുന്നു എന്നതാണ്. ആദ്യം ബയ്യത്ത് ചെയ്തിരുന്നില്ല, किर्गिस्तान के हैं। അവസാന ദിവസം ബയ്യത്ത് ചെയ്തു. पहले ये कहते हैं कि मैं सोचा करता था കിർഗിസ്ഥാനിലെ ബാമാത്തു സാഹിബ് പറയുന്നു, थे ये, और फिर जो सब कुछ मैंने देखा, കാലത്തിന്റെ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിരുന്നു. किर्गिस्तान के अहमदियों ഇദ്ദേഹം ആദ്യം അഹമ്മദിയായിരുന്നു. दुआ करें, उनके भी हालात आजकल പിന്നീട് ഇതെല്ലാം കണ്ടപ്പോൾ की मुश्किलात को दूर എന്റെ വിശ്വാസം കൂടുതൽ ദൃഢമായി. കിർഗിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ധാരാളം ദുആ ചെയ്യുക. അവരുടെ അവസ്ഥ അവിടെ വളരെ കഠിനതരമാണ്. खुद पकड़ के समान करे। അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ. അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച നാമധാരികളായ മുല്ലാക്കൾക്ക് ഒന്നുകിൽ ബുദ്ധി നൽകട്ടെ, അല്ലെങ്കിൽ ശിക്ഷ നൽകട്ടെ. कि एक दिन मेरा एक 13 साल का बच्चा मुझे कहने लगा ലബനാനിലെ ഒരു നവ അഹമ്മദി कि फितनों से डराते रहते हैं, പറയുന്നു, बताएं कि आखिरी जमाना कब आएगा। मैंने जवाब दिया कि 13 വയസ്സുള്ള എന്റെ കുട്ടി എന്നോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ എപ്പോഴും അവസാന കാലത്തെ ഫിത്തനയെ സംബന്ധിച്ച് ഭയപ്പെടുത്താറുണ്ട് എന്നെ, എന്നാൽ അവസാന കാലം എപ്പോഴാണ് വരുന്നതെന്ന് കൂടി പറഞ്ഞു തരിക. ഞാൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ഇനി 100 കണക്കിന് വർഷങ്ങൾ ബാക്കിയുണ്ടായിരിക്കാം. എന്റെ മകൻ പറഞ്ഞു, ഇത് ശരിയല്ല, നാം അവസാന കാലത്തിലാണ് ഉള്ളത്. 12-13 വയസ്സുള്ള കുട്ടിയാണ് അവരോട് ഇത് പറയുന്നത്. किसी एक शख्स का नाम नहीं പിന്നീട് കുട്ടി പറഞ്ഞു, താങ്കൾ ദജ്ജാലിനെ കുറിച്ച് പറയാറുണ്ട്, അത് വിചിത്രമായൊരു സൃഷ്ടിയായിരിക്കുമെന്ന്. അതും ശരിയല്ല, കാരണം ദജ്ജാൽ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് कहते हैं ये सुनकर मैं सख्त ഒരു സമുദായമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. मत कहां से मिली है। അത്തരത്തിലുള്ള ദജ്ജാൽ വെളിപ്പെട്ട് കഴിഞ്ഞു. അതിനാൽ നാം ദജ്ജാലിന്റെ കാലത്തിലാണ് ജീവിക്കുന്നത്. പറയുന്നു, ഇത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. നിനക്ക് ഇത്രയും വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചു. പറഞ്ഞു, देखी हैं വിവിധ TV ചാനലുകൾ കാണുന്നതിനിടയിൽ ഒരിക്കൽ ഞാൻ MTA ജർമ്മൻ സംപ്രേഷണം കാണാനിടയായി. कहता है कि मुझे जर्मन नहीं आती थी, അതിനുശേഷം നിരന്തരമായി ഞാനത് കാണാറുണ്ട്. अपने बच्चे से कहता അതിൽ നിന്നാണ് എനിക്ക് വിവരങ്ങൾ ലഭിച്ചത്. तर्जमा करके बताओ പിതാവ് പറയുന്നു, रहती थी। എനിക്ക് ജർമ്മൻ ഭാഷ അറിയില്ലായിരുന്നു. അതിനാൽ അധികവും മകനോട് പരിപാടിയെ സംബന്ധിച്ചും അതിന്റെ പരിഭാഷയെക്കുറിച്ചും ചോദിക്കുമായിരുന്നു. लेकिन अंदर ही अंदर അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യുമായിരുന്നു. कि बेटे की बातों में मकबूलियत ഒരിക്കൽ എനിക്ക് വളരെ ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഇനി മേലിൽ ഈ ചാനൽ കണ്ടുപോകരുത്. പിതാവ് പറയുന്നു, इत्तेफाक से शुक्र है कि 2 अहमदी पाकिस्तानी इनको എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് മകന്റെ വാക്കുകളിൽ യുക്തിയുള്ളതായി മനസ്സിലാകാൻ തുടങ്ങി. जो मेरा बेटा പിന്നീട് ഞാൻ സ്വന്തമായി ജനങ്ങളോട് ജമാഅത്തിനെ സംബന്ധിച്ച് ചോദിച്ചു. യാദൃശ്ചികമായി 2 പാകിസ്ഥാനി അഹമ്മദികളെ കണ്ടുമുട്ടി. പിന്നീട് അവരുമായി സംസാരിച്ചപ്പോൾ എന്റെ മകൻ പറഞ്ഞ് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പിന്നീട് അദ്ദേഹം ബയ്യത്ത് ചെയ്തു. जलसे पे एक खास असर हुआ है। दुआ करें कि जब मैं वापस जाऊं ബോസ്നിയയിലെ മറ്റൊരു സുഹൃത്ത് പറയുന്നു, ഇവിടെ ജലസയിൽ വന്നപ്പോൾ എനിക്ക് പ്രത്യേക പ്രഭാവമുണ്ടായി. ये एक अजीब नजारा यहाँ जलसे पे मुझे नजर आ रहे थे। അത് മടങ്ങി ചെല്ലുമ്പോഴും നിലനിൽക്കുന്നതിനായി ദുആ ചെയ്യുക. അതുപോലെ കിർഗിസ്ഥാനിലെ മറ്റൊരു സുഹൃത്ത് പറയുന്നു, ജർമ്മനിയിൽ വളരെ വിചിത്രമായ ദൃശ്യങ്ങളായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചിരുന്നത്. पहले मैं പിന്നീട് അദ്ദേഹം വളരെ സ്നേഹത്തോടെ എഴുതുന്നു, और सोचा था कि जब भी खलीफा वक्त കുറെ കാലമായി ഞാൻ ബയ്യത്ത് ചെയ്തിരുന്നു. अपनी मोहब्बत का കുറച്ചു കാലം മുമ്പ് ഞാൻ ഹജ്ജിനായി പോയി. दिया, അവിടെ നിന്ന് സംസം വെള്ളം കൊണ്ടുവന്നിരുന്നു. കാലത്തിന്റെ ഖലീഫയുമായി കണ്ടുമുട്ടുമ്പോൾ അത് നൽകണമെന്ന് കരുതിയിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുകയും ആ വെള്ളം നൽകുകയും ചെയ്തു. मुहाजिरीन को तबलीग कर रहे थे। അതുപോലെ बातों में इमाम मेहदी के അൽ ജസാറിലുള്ള ഒരു സുഹൃത്ത് പറയുന്നു, भरम हुआ और बेख्तियार 2 വ്യക്തികൾ शयातीन के മുഹാജിരിങ്ങളെ തബ്ലീഗ് ചെയ്യുകയായിരുന്നു. मौजूद फरिश्ते चले। ഞാൻ അവരുടെ വാക്കുകളിൽ ഇമാം മെഹദിയുടെ ആഗമനത്തെ സംബന്ധിച്ച് കേട്ടപ്പോൾ വളരെ കോപാകുലനായി. അനിയന്ത്രിതമായി ഞാൻ പറഞ്ഞു, ഈ ഷെയ്ത്താനുകൾ വന്നത് കാരണം ഇവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ മടങ്ങിപ്പോയി. उनके हर दावे की
പറയുന്നു, ആരംഭത്തിൽ അവരോടുള്ള എന്റെ സംഭാഷണം പരിഹാസപരമായിരുന്നു. എന്നാൽ എന്റെ എല്ലാം തന്നെ അവരുടെ മുമ്പിൽ തെറ്റായി സ്ഥാപിതമാകുന്നതായി മനസ്സിലാകാൻ തുടങ്ങി. അവരുടെ എല്ലാ വാദങ്ങളിലും ശക്തമായ തെളിവുണ്ടായിരുന്നു. നിർബന്ധിതനായി ഞാൻ പറഞ്ഞു, ഇവരെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും മൗലവിയോട് ചോദിക്കുന്നതാണ്. तो कई बार അങ്ങനെ ചിന്തിച്ച് ഞാനൊരു പ്രസിദ്ധമായ അറബി ചാനലുമായി ബന്ധപ്പെട്ടു. ഇതിനു മുമ്പും ഞാൻ പല സംശയ ദൂരീകരണത്തിനും ഫത്വയ്ക്കുമായി ഞാൻ ഈ ചാനലുമായി ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു. फोन करके कहा പലപ്പോഴും ചോദിക്കുമ്പോൾ ഉചിതമായ മറുപടിയും ലഭിച്ചിരുന്നു. से बच के रहो। അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഫോൺ വെക്കുക, ഞങ്ങൾ സ്വയം അങ്ങോട്ട് ഫോൺ ചെയ്യുന്നതാണ്. से हमें फोन आने लगा। പിന്നീട് അവർ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, അഹമ്മദികൾ നിഷേധികളാണ്, फतवा सुनाया। അവരിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുക. അത്രമാത്രമല്ല, നിത്യവും 3-4 തവണ ആ ചാനലിൽ നിന്ന് ഫോൺ വന്നുകൊണ്ടിരുന്നു. എല്ലായ്പ്പോഴും ജമാഅത്തിന്റെ നിഷേധത്തെ സംബന്ധിച്ചും ഉള്ള ഫത്വയായിരുന്നു ഞങ്ങൾക്ക് നൽകാറുണ്ടായിരുന്നത്. പറയുന്നു, ജമാഅത്ത് അംഗങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതാണ് സത്യ ജമാഅത്ത് എന്ന് തോന്നുമായിരുന്നു. എന്നാൽ മൗലവിമാരുടെ ഫത്വകൾ കേൾക്കുമ്പോൾ സംശയത്തിലകപ്പെടും. പിന്നീട് ഗ്രന്ഥങ്ങളും മറ്റും വായിച്ചുകൊണ്ടിരുന്നു. തൽഫലമായി സത്യം സ്പഷ്ടമായി. ജൽസക്കായി ഞാൻ ക്ഷണിക്കപ്പെട്ടു. क्या इस नए ഇവിടെ വന്നപ്പോൾ उसके बाद വിവിധ സമുദായക്കാരെ കണ്ടപ്പോൾ ഞാനും ചിന്തിച്ചു, ഇത്രമാത്രം സത്യവും ഞാൻ മാത്രം സത്യവും ഇവരെല്ലാവരും വ്യാജരുമാണോ? അതിനുശേഷം മനസ്സിന് സംതൃപ്തി ലഭിച്ചു. അങ്ങനെ ബയ്യത്ത് ചെയ്തു. फिर कहते हैं कि जलसे में आने से केवल मैं अहमदी നൈജറിലെ ഒരു സുഹൃത്ത് പറയുന്നു, जलसे ने मेरी काया पलट दी। അബു സൈദി സാഹിബ് अब मैं कहता हूं कि सबको इस जमात में शामिल हो जाना चाहिए, क्योंकि ये जमात उसी हकीकी इस्लाम पर अमल पैरा है जो आ हजरत सल्लल्लाहु പറയുന്നു, ജൽസയിൽ വരുന്നതിന് മുമ്പ് ഞാൻ അഹമ്മദിയായിരുന്നില്ല. എന്നാൽ ജൽസ എന്റെ അവസ്ഥയെ തന്നെ മാറ്റിമറിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നു, എല്ലാവരും ജമാഅത്തിൽ പ്രവേശിക്കേണ്ടതാണ്. കാരണം ഈ ജമാഅത്ത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ യാഥാർത്ഥ്യത്തെ പ്രാവർത്തികമാക്കുന്നത്. ബയ്യത്ത് ചെയ്ത് അഹമ്മദി ജമാഅത്തിൽ പ്രവേശിക്കുന്നു എന്നതിൽ അഭിമാനമുണ്ട്. गिरफ्तार थे, लेकिन यहाँ जलसे में आकर उन्हें दिल्ली ബോസ്നിയയിലെ ഒരു അഹമ്മദി സുഹൃത്ത് പറയുന്നു, एक पाक जिंदगी അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സർവ്വ തിന്മകളിലും ദുഷ്കർമ്മങ്ങളിലും അകപ്പെട്ടിരുന്നു. എന്നാൽ ജൽസയിൽ വന്നപ്പോൾ खलीफा वक्त की ഹൃദയത്തിന് സമാധാനം ലഭിച്ചു. ഇപ്പോൾ ഇസ്ലാം നിഷ്കർഷിക്കുന്ന പരിശുദ്ധ ജീവിതം കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നു. अजीब हैरत अंगेज ജലസയുടെ അവസ്ഥകൾ കണ്ട്, വിശേഷിച്ച് കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ കേട്ട് നമസ്കരിച്ച് വളരെ അത്ഭുതകരമായ ഒരു പരിവർത്തനം അനുഭവപ്പെടുന്നു. रखे। एक तुर्क नौजवान ने जलसा सलाना സൽമാർഗത്തിൽ നിലനിൽക്കുന്നതിനുള്ള തൗഫീക്കിനു വേണ്ടി വളരെ വേദനയോടുകൂടി क्योंकि उनके साथ कुछ ദുആക്ക് അപേക്ഷിക്കുകയും ചെയ്തു. जलसा सलाना में शामिल ഒരു होने തുർക്ക് യുവാവ് तीसरे दिन सुबह तक वो बैठ ജർമ്മനി ജൽസ സാലനിൽ പങ്കെടുത്തു. പുറപ്പെടുന്നതിന് മുമ്പായി പറഞ്ഞിരുന്നു, ചില ഗാർഹിക പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ബയ്യത്ത് ചെയ്യുന്നതല്ല. और बाद में उनकी ये हालत थी ജൽസ സാലനിൽ പങ്കെടുത്തതിന് ശേഷം 3-ാം ദിവസം രാവിലെ വരെ ബയ്യത്തിനായി സന്നദ്ധനായിരുന്നില്ല. എന്നാൽ ബയ്യത്തിന്റെ പരിപാടിക്ക് മുമ്പ് അതിൽ പങ്കാളിയാവുന്നതിന് സന്നദ്ധനായി. ബയ്യത്തിന്റെ സമയത്തും അതിനുശേഷവും അദ്ദേഹം കരയുകയായിരുന്നു. സംസാരിക്കാൻ തന്നെ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ബയ്യത്തിന്റെ ദൃശ്യം കണ്ട് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഏതോ അദൃശ്യ ശക്തി എന്നെ ബയ്യത്തിൽ പങ്കാളിയാക്കി. लेकिन यहाँ आकर അതുപോലെ നേജർവാസി പറയുന്നു, लोगों में अपने खलीफा ജലസയിൽ വരുന്നതിന് മുമ്പ് ബയ്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ജനങ്ങൾക്ക് ഖലീഫയെ കാണാൻ എത്ര ആവേശമാണ്, അവരുടെ ഹൃദയത്തിൽ ഖലീഫയോട് എത്ര സ്നേഹമാണ്. ഇത് എന്റെ ഹൃദയത്തിൽ ശക്തമായ പ്രഭാവം ചെലുത്തി. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്ത് ഈ ജമാഅത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് തീരുമാനിച്ചു. इस बैत में അള്ളാഹു ജനങ്ങളുടെ സമുദ്ധാരണത്തിനായി വിവിധ രീതികൾ സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ബയ്യത്തിൽ 16 സമുദായങ്ങളിൽ നിന്നുള്ള 67 വ്യക്തികൾ इस्लामी बातें ബയ്യത്ത് ചെയ്തു. 48 പുരുഷന്മാരും 19 സ്ത്രീകളും ഉണ്ടായിരുന്നു അതിൽ. में जो उनका हॉल है में ഇനി സംക്ഷിപ്തമായി സംവിധാനത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. മുൻപ് ജലസ നടക്കുന്ന പ്രധാന ഹാളിനുള്ളിലാണ് MTA വാൻ നിർത്തിയിടാറുണ്ടായിരുന്നത്. शोर और आवाज आती रही, डिस्टर्ब होते रहे। ക്യാബിനും അതിനുള്ളിൽ തന്നെയായിരുന്നു ഉണ്ടാകാറുണ്ടായിരുന്നത് പരിഭാഷയുടെ. ഇത്തവണ അതിന് പുറത്താണ് നിർത്തിയിട്ടിരുന്നത്. അക്കാരണത്താൽ ചില തർജ്ജുമകളിൽ ശബ്ദത്താൽ കുഴപ്പം നേടുകയും ചെയ്തു. स्टेशन की सहूलत नहीं थी, ഭാവിയിൽ ഈ തടസ്സവും ദൂരീകരിക്കാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. इसलिए और അത് രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ സ്ത്രീകളിൽ തർജ്ജമയ്ക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ചില തർജ്ജമകളുടെ. सहूलतें ऐसी आ चुकी हैं इस जमाने में, അതുകൊണ്ട് സ്ത്രീകൾക്ക് പരിഭാഷയുടെ സമയത്ത് പുരുഷന്മാരുടെ ഹാളുകളിൽ वന്നിരിക്കേണ്ടതായി വന്നു. भी होनी चाहिए बल्कि ഇക്കാലഘട്ടത്തിൽ പരിഭാഷയുടെ സൗകര്യം എല്ലായിടത്തും ഉണ്ടാകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. फिर आवाज സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും बेहतरी थी। തർജ്ജമ ലഭിക്കേണ്ടതാണ്. ഇവിടെ UK അത്തരത്തിലുള്ളതാണ്, കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നതാണ്. मुझे पूछना पड़ा, ശബ്ദ സംവിധാനത്തിൽ ഏതായാലും മേന്മ ഉണ്ടായിരുന്നു. अपनी आवाज वापस എന്നാൽ ഇപ്പോഴും അല്പം മുഴക്കമുണ്ടായിരുന്നു. तो ये അക്കാരണത്താൽ ജുമാ ദിവസം
ശബ്ദം ശരിയാണോ എന്നെനിക്ക് ചോദിക്കേണ്ടതായി വന്നിരുന്നു. കാരണം എന്റെ ശബ്ദം എന്നിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. जुबान के तर्जुमों के लिहाज से इनको दूर करने की कोशिश करनी चाहिए। ശബ്ദത്തെ സംബന്ധിച്ചും സംവിധാനത്തെ സംബന്ധിച്ചും തർജ്ജമയെ സംബന്ധിച്ചുമുള്ള ചില ന്യൂനതകളായിരുന്നു ഇത്. അത് ദൂരീകരിക്കുവാൻ ജർമ്മനി ജമാഅത്ത് ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 3100 പുരുഷന്മാരും 3700 സ്ത്രീകളും ഇതിനായി പരിശ്രമിച്ചിരുന്നു. അതിനു മുമ്പ് ശ്രമദാനങ്ങളും നടത്തിയിരുന്നു. रोजाना 14 घंटे वकार अमल करके 100 മുതൽ जलसे के इंतजामात को इन्होंने 150 വരെ ഖുദ്ദാം നിത്യവും 14 മണിക്കൂർ വക്കാറമൽ ചെയ്തുകൊണ്ടാണ് ഈ ജലസയുടെ സംവിധാനങ്ങളെ സജ്ജമാക്കിയത്. वकार अमल करके पता लगा कितना सुकून और मजा है इसमें। और आइंदा ആദ്യമായി വക്കാറമലിൽ പങ്കാളികളായി കൊണ്ട് അതിലൂടെ शोभा ज़ियाफ़त വളരെ സമാധാനവും ആനന്ദവുമാണ് ലഭിക്കുന്നതെന്ന് അനുഭവിച്ചതെന്നും ഭാവിയിൽ ഇൻഷാല്ലാ അതിൽ പങ്കാളികളാകുന്നതാണെന്നും അധികം പേരും എഴുതുകയുണ്ടായി. के मौके पर पानी मुहैया അതിഥി സൽക്കാര വിഭാഗത്തിലും ഇത്തവണ മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കിയിരുന്നു. पानी होना चाहिए मौजूद, बजाय ഭക്ഷണ സമയത്ത് लेकर आए। വെള്ളവും ലഭ്യമായിരുന്നു. ഭക്ഷണ സമയത്ത് ഭക്ഷണ മേശയിൽ വെള്ളം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ദൂരെ പോയി കൊണ്ടുവരേണ്ടുന്നതിന് പകരം. रोटी की क्वालिटी കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഭക്ഷണ സമയത്ത് വെള്ളം അടുത്തു തന്നെ വെക്കുക എന്നതാണ്. का है और मैंने भी चख के देखी थी लंगर റൊട്ടിയുടെ നിലവാരവും മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. में पता लगेगा कि സംഘാടകരും പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്. लगता है कि ഞാൻ ലങ്കർഖാനയിൽ പോയി രുചിച്ച് നോക്കിയിരുന്നു. इंसामाती ജനങ്ങളുടെ അഭിപ്രായം മുന്നിൽ വരുമ്പോൾ അറിയാം അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നോ ഇല്ലയോ എന്ന്. ഏതായാലും ഇത്തവണ റൊട്ടി മെച്ചപ്പെട്ടതായിരുന്നു എന്ന് തോന്നുന്നു. വൃത്തിയുടെ സംവിധാനവും മെച്ചപ്പെട്ടതായിരുന്നു. വഴിയിലുണ്ടായിരുന്ന സ്കാനിംഗ് മെഷീനുകളിലും വർധനവുണ്ടാക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല സംവിധാനമായിരുന്നു. मर्दों ने भी, नौजवानों ने भी, औरतों ने भी, लड़कियों ने भी जलसे के इंसान ഏതായാലും പുരുഷന്മാരും अपना യുവാക്കളും സ്ത്രീകളും പെൺകുട്ടികളുമെല്ലാം खिदमत का ജലസയുടെ സംവിധാനത്തിൽ മസിഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളെ സേവിക്കുന്നതിൽ തങ്ങളുടെ കടമ നിർവഹണത്തിനായി പരിശ്രമിക്കുകയുണ്ടായി. അള്ളാഹു എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. ഭാവിയിൽ മുമ്പത്തേക്കാൾ ഉപരി സേവനത്തിനുള്ള തൗഫീക്കും നൽകട്ടെ. ആത്മാർത്ഥതയിലും ഊറിലും ഇവരെ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. आज कनाडा, बेल्जियम, आयरलैंड वगैरह कुछ जलसा सालाना हो रहे हैं. अल्लाह ताला ഇന്ന് उनको भी കാനഡ, सही रूह के साथ जलसे ബെൽജിയം, में शामिल അയർലൻഡ് होने की तौफीक अता फरमाए തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ और വാർഷിക സമ്മേളനം നടക്കുകയാണ്. जलसे इख्तिताम को അള്ളാഹു ഇവർക്കും ജലസയുടെ ശരിയായ ആത്മാവോടുകൂടി ജലസയിൽ പങ്കെടുക്കുന്നതിനുള്ള തൗഫീഖ് നൽകട്ടെ. വളരെ നല്ല നിലയിൽ ജലസ പര്യവസാനിക്കട്ടെ. അതുപോലെ ഖുദ്ദാമുൽ അഹമ്മദിയ UK-യുടെ ഇജ്തിമായും നടക്കുകയാണ്. അള്ളാഹു ഈ യുവാക്കൾക്കും ഇജ്തിമായുടെ ഉദ്ദേശം ശരിയായ നിലയിൽ പൂർത്തിയാക്കുന്ന തൗഫീഖ് നൽകട്ടെ. ഇജ്തിമായുടെയും ജലസയുടെയും ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുകയും ആത്മീയാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ധാർമ്മികാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണെന്ന് എല്ലാ ഖാദിമുകളും ജമാഅത്തങ്ങളും ഓർത്തിരിക്കേണ്ടതാണ്. അതിലേക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം. وإيتاء ذي القربى وينهى عن الفحشاء والمنكر
يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.